ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 43. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം ഏതദേച തതോ ഭൂയഃ സംസിദ്ധാ കുരു നന്ദന. വിവർത്തനം. അലയോ കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻജന്മത്തിലെ ദിവ്യാവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. ഭാവാർത്ഥം: മുൻജന്മത്തിലെ അതീന്ദ്രിയാവബോധം പുനരുജ്ജീവിപ്പിക്കുന്നതിന് കിട്ടുന്ന നല്ല ജനനത്തിന് ഉദാഹരണമത്രേ ഒരു വിശിഷ്ട ബ്രാഹ്മണ കുലത്തിൽ തൻ്റെ 3ാം ജന്മമെടുത്ത ഭരത മഹാരാജാവ്. ലോക ചക്രവർത്തിയായിരുന്നു ഭരതരാജാവ്. അദ്ദേഹത്തിൻ്റെ വാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഭൂമി ദേവന്മാരാൽ ഭാരതവർഷമെന്ന് വിളിക്കപ്പെട്ടത്. അതിനു മുമ്പ് ഇളാവൃത വർഷമെന്നായിരുന്നു പേർ. ഈ ചക്രവർത്തി യൗവനത്തിൽ തന്നെ ആത്മജ്ഞാനാർത്ഥിയായി ഭരണത്തിൽ നിന്ന് വിരമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണ കുടുംബത്തിലാണ് പിറന്നത്. അവിടെ എപ്പോഴും ജനങ്ങളിൽ നിന്നകന്നും ഒന്നും സംസാരിക്കാതെയും ജീവിച്ചു പോന്ന അദ്ദേഹത്തിന് ജഡഭരതനെന്ന പേരുകിട്ടി. പിന്നീടൊരിക്കൽ അദ്ദേഹം അതിവിശിഷ്ടനായ ഒരു അതീന്ദ്രിയജ്ഞാനിയാണെന്ന് അന്ന് രാജാവായിരുന്ന രഘുഗണൻ മനസ്സിലാക്കി. ആധ്യാത്മിക പരിശ്രമം അഥവാ യോഗ പരിശീലനം ഒരിക്കലും നിഷ്ഫലമാകാറില്ലെന്നതിന് തെളിവാണ് ഈ ചക്രവർത്തിയുടെ ജീവിതം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യോഗികൾക്ക് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നു. ശ്ലോകം 44. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. വിവർത്തനം. മുൻജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാവബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിത്തീരും. ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠകളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. ഭാവാർത്ഥം: ഉത്കൃഷ്ട യോഗികൾ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ ചടങ്ങുകളിൽ വളരെ താൽപ്പര്യം കാട്ടാറില്ല. പക്ഷേ അത്യുന്നത യോഗ സമ്പൂർണതയായ പൂർണ്ണമായ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്താനുതകുന്ന യോഗ സിദ്ധാന്തങ്ങളിൽ അവർ തനിയെ ആകൃഷ്ടരാകുന്നു. ഉത്തമരായ അതീന്ദ്രിയ ജ്ഞാനികൾക്ക് വേദാചാരങ്ങളോടുള്ള അവഗണനയെ ഭാഗവതം 3:33-7 ഇങ്ങനെ വിവരിക്കുന്നു: അഹോബദ ശുഭജോദോഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേ പുസ്തപസ്ഥേ ജുഹു സസ്നുരാര്യ ബ്രഹ്മാനുചൂർണാമ ഗൃണന്തിയേതേ. ഭഗവാൻ ചണ്ടാളന്മാരുടെ അഥവാ ശ്വാവിനെ ഭക്ഷിക്കുന്നവർ കുടുംബങ്ങളിൽ പിറന്നവരായാലും അവിടുത്തെ തിരുനാമം ഉച്ചരിക്കുന്നവർ ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ചവരാണ്. അവർ തീർച്ചയായും എല്ലാത്തരം തപസ്സുകളും യജ്ഞങ്ങളുമൊക്കെ ചെയ്തവരാണ്. എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം നടത്തിയവരാണ്. വൈദിക ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞവരുമാണ്. ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ തൻ്റെ പ്രധാന ശിഷ്യരിൽ ഒരാളാക്കിയത് ഇതിനൊരു പ്രശസ്തമായ ഉദാഹരണമാണ്. ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. എങ്കിലും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നിങ്ങനെ ഭഗവത് നാമങ്ങളെ ദിവസേന 3 ലക്ഷം തവണ ഉരുവിടണമെന്ന വ്രതം ഒരിക്കലും പിഴയ്ക്കാതെ അനുഷ്ഠിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ചൈതന്യ ഭഗവാൻ നാമാചാര്യൻ എന്ന പദത്തിലേക്ക് ഉയർത്തി. ഈ തിരുനാമങ്ങൾ നിരന്തരം
ഉരുവിട്ടു പോന്നതുകൊണ്ട് മുൻജന്മത്തിൽ അദ്ദേഹം വേദോക്തങ്ങളായ ക്രിയാപദ്ധതികളെയും മറ്റും ഇവയെ ശബ്ദ ബ്രഹ്മപദത്താൽ സൂചിപ്പിക്കുന്നു അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ പരിശുദ്ധിയാർജിക്കാത്ത ഒരാൾക്ക് കൃഷ്ണാവബോധ തത്വങ്ങൾ സ്വീകരിക്കാനോ ഹരേ കൃഷ്ണ നാമം ഉച്ചരിക്കാനോ കഴിയുന്നതല്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.